വിറ്റാമിൻ ഡി കിട്ടാൻ വെയിലത്തിരിക്കുക, വെയിൽ കൊള്ളുക എന്ന് വേണ്ട. ഇത് കേട്ട് മടുത്താണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. ഹലോ, എൻ്റെ പേര് വിൻസെൻ്റ്. ഞാൻ നാച്ചുറോപ്പതി സയൻസിൽ ഒരു സർട്ടിഫൈഡ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സൂര്യപ്രകാശത്തിൽ വിറ്റാമിൻ ഡി ഇരിപ്പുണ്ടെന്ന്? സൂര്യരശ്മികൾക്കകത്തൂടെ വിറ്റാമിൻ ഡി പാഞ്ഞു വന്ന് നമ്മുടെ ശരീരത്തിൽ തുളച്ച് കയറുകയാണെന്ന്? എന്നാൽ തെറ്റി. ആക്ച്വലി സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ചില നല്ല കൊളസ്ട്രോൾ സ്കിന്നിൻ്റെ മുകളിലത്തെ ലെയറിലോട്ട് പൊങ്ങി വന്ന് ആ സൗരോർജത്തെ വലിച്ചെടുത്ത് സ്വയം വിഘടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ വിഘടിക്കപ്പെടൽ കൊണ്ട് രണ്ടാണ് പ്രയോജനം. ഒന്ന്, സ്കിന്നിന് ആ എനർജി തട്ടി ഒരു ഡാമേജും സംഭവിക്കുന്നില്ല. രണ്ട്, വിഘടിക്കപ്പെട്ടതിൽ ഒന്ന് ഒരു പ്രീ വിറ്റാമിൻ ഡി ആണ്. ആ പ്രീ വിറ്റാമിൻ ഡി ലിവറിൽ ചെന്ന് പിന്നെ കിഡ്നിയിലുമായിട്ടാണ് വിറ്റാമിൻ ഡി ആയി മാറുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, രക്തത്തിൽ ഈ നല്ല കൊളസ്ട്രോൾ ആവശ്യത്തിന് വേണം. അതിൽ തന്നെ DHA എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ വളരെ വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിഘടിക്കപ്പെടും. വളരെ എളുപ്പത്തിൽ DHA വിഘടിക്കപ്പെടും. ചെറിയ പ്രകാശം പോലും മതി. നമുക്കറിയാം DHA ഒരു omega-3 ഫാറ്റി ആസിഡ് ആണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ ഈ DHA കുറഞ്ഞു പോകുന്നത്. ആ ചൂട് പോലും അതിന് താങ്ങാൻ പറ്റുന്നില്ല. ഈ നല്ല കൊളസ്ട്രോൾ ശരീരത്തിൽ നല്ലതുപോലെ ഇല്ലാത്തവൻ വെയിൽ കൊണ്ടാൽ സൺബേണും പിഗ്മെൻറ്റേഷനും കരിവാളിച്ചെന്ന് അമ്മ പറയും. സ്കിന്നിൻ്റെ ഗ്ലോയൊക്കെ നഷ്ടപ്പെട്ട് ഒരുമാതിരി വല്ലാതാകും. പിന്നെ ഈ DHAക്ക് വേറെയുമുണ്ട് ഗുണങ്ങൾ. നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെയും ന്യൂറോൺസിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സും ടെൻഷനും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കിട്ടും. ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് ഇലാസ്റ്റിസിറ്റി കൊടുത്ത് റബ്ബർ പോലെ വലിയാനും ചുരുങ്ങാനുമുള്ള കഴിവ് നിലനിർത്തും. അങ്ങനെ ഹാർട്ട് മസിൽസിൻ്റെയും കണ്ണിൻ്റെ ഞരമ്പുകളുടെയും ബ്ലഡ് വെസൽസിൻ്റെയും ഒക്കെ ഡീജനറേഷൻ കുറയും. പ്രഷർ താങ്ങാനുള്ള കഴിവ്, ഈ വലിയും ചുരുങ്ങുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രഷർ താങ്ങാനുള്ള കഴിവ് കിട്ടും. സ്കിന്ന് വലിഞ്ഞു നിൽക്കുന്നവൻ്റെ പ്രായം കുറവേ പറയൂ. പിന്നെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് വലുതാകുന്നത് തടയും. എങ്ങനെയാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് വലുതാകുന്നത് DHA തടയുന്നതിന് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അന്നേരം അതിൻ്റെ ലിങ്ക് ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ DHA സപ്ലിമെൻ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് ലേബലിൽ DHA പ്രത്യേകം എഴുതി എത്ര അളവ്, എത്ര mg ഉണ്ടെന്ന് ക്ലിയറായി എഴുതിയത് നോക്കി വാങ്ങിക്കുക. omega-3 എന്ന് മാത്രം എഴുതിയാൽ അതിനകത്ത് DHA അറിയാനൊക്കത്തില്ല. കാര്യം omega-3ക്കകത്ത് EPAയും എല്ലാം ഉണ്ട്, അതിൻ്റെ അളവെല്ലാം. അപ്പം DHA എന്ന് പ്രത്യേകം എഴുതിയത് നോക്കി വിശ്വസിക്കാവുന്ന നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങുക. കാര്യം അതിൻ്റെ ഉള്ളിലുള്ള DHAയുടെ അളവനുസരിച്ചാണ് omega-3യുടെ വില. ഓക്കെ, ഇതുപോലുള്ള ഹെൽത്ത് വിഷയങ്ങളിൽ നിങ്ങൾ സ്ഥിരം കേൾക്കാത്ത എക്സ്പ്ലനേഷനായി ഞാൻ വീണ്ടും ഓരോ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഹെൽത്തിൽ ഏത് കേൾക്കണമെന്ന് വാട്സപ്പ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ. വാട്സപ്പ് നമ്പർ എൻ്റെ ആ വീഡിയോയിലുണ്ട്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. വിറ്റാമിൻ ഡി കിട്ടാൻ വെയിലത്തിരിക്കുക, വെയിൽ കൊള്ളുക എന്ന് വേണ്ട. ഇത് കേട്ട് മടുത്താണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തീരുമാനിച്ചത്.